എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 34 ദശകത്തിലെ 10ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ ഭൂയസ്തന്വീം വിജിന്വം നഹൃദശമുഖസ്ത്വദ്വദൂന്മദ്വധേനേത്യുക്ത്വാ യാതേ ജടായൗ ധിവമദസുഹൃദപ്രാതനോ പ്രേതകാര്യം ഗൃഹ്ണാനം തം ഗബദ്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും വൃഷമുദിതമനാ പാഹി വാതാലയേശ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഭൂയ തന്വീം വിജിന്വൻ, പിന്നീട് സീതാദേവിയെ അന്വേഷിച്ചു പോകുമ്പോൾ, അഹൃത ദശമുഖ ത്വദ്വദൂന്മദ്വധേന, എന്നെ വധിച്ചിട്ട് ദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി. ആരാ ഇത് പറയണേ? ജടായു. ഇതി ഉക്ത്വാ യാതേ ജടായൗ ദിവം അധ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജടായു പ്രാണൻ വെടിഞ്ഞു. അധ എന്നാൽ പിന്നീട്. സുഹൃത, ആ സുഹൃത്തിന്, അതായത് ഈ ജടായുവിന് വേണ്ടിയിട്ട്. പ്രേതകാര്യം പ്രാതനു, പ്രേത സംസ്കാരാദികൾ ചെയ്തു ഭഗവാൻ. ഗൃഹ്ണാനം തം കബദ്ധം ജഘനിധ, പിന്നീട് പിടിച്ചു തിന്നാൻ വന്ന കബന്ധനെ കൊന്നു. ശബരീം പ്രേക്ഷ്യ, ശബരിയെ ചെന്ന് കണ്ടു. പമ്പാതടേ ത്വം വാദസൂനും സംപ്രാപ്ത, പമ്പാതടത്തിൽ വച്ച് വായുസുതനായ ഹനുമാനെ കണ്ടെത്തി. വൃഷമുദിതമന, ഏറ്റവും സന്തുഷ്ടമാനസനായി തീർന്നു ഭഗവാൻ. കാരണം ഹനുമാനെ കണ്ടൂലോ. പാഹി വാതാലയേശ, ഹേ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ എന്ന് പറയാണ് ഭട്ടതിരിപ്പാട്. ഈ ശ്ലോകത്തോടെ 34ാമത്തെ ദശകം സമാപിച്ചു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? പത്നിയെ തേടി നടക്കുന്ന അങ്ങയോട് തന്വിയായ സീത ദശമുഖനായ രാവണനാൽ അപഹൃതയായിരിക്കുന്നു എന്നു പറഞ്ഞു. ആര്? ജടായു. അതിനുശേഷം ജടായു സ്വർഗാരോഹണം ചെയ്തു. ആ സമയത്ത് അങ്ങ് മിത്രമായ അവൻ്റെ ശവസംസ്കാരം ചെയ്തു. പിന്നീട് അങ്ങ് മാർഗവിഘ്നം ചെയ്ത കബന്ധനെ നിഗ്രഹിക്കുകയും ശബരിയെ ദർശിക്കുകയും ചെയ്തു. പിന്നീട് പമ്പാതടത്തിൽ വെച്ച് വായുസുതനായ ഹനുമാനെ കണ്ടെത്തി സന്തുഷ്ടമാനസനായി തീരുകയും ചെയ്തു. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. ഓം ശ്രീകൃഷ്ണാർപ്പണം. ശ്രീകൃഷ്ണായ നമോ നമഃ. ഹരേ കൃഷ്ണ.